നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ കലഞ്ഞൂർ മുറിഞ്ഞക്കല്ലിൽ ശബരിമല തീർത്ഥാടകരുടെ ബസ്സിലേക്ക് കാർ ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ കൊല്ലപ്പെട്ട നവദമ്പതികൾ വിവാഹിതരായത് 8 വർഷം നീണ്ട പ്രണയത്തിനൊടുവിലാണ്. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരാഴ്ച വ്യത്യാസത്തിൽ ഒരുപാട് അപകട വാർത്തകളാണ് കേൾക്കുന്നത്. ആലപ്പുഴയിൽ മെഡിക്കൽ വിദ്യാർത്ഥികൾ മരണപ്പെട്ടതും, കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് പാലക്കാട് 4 വിദ്യാർത്ഥികൾ മരണപ്പെട്ടതും, ഇപ്പോൾ ഇതും വളരെ നടുക്കത്തോടെയാണ് കേരളം കേൾക്കുന്നത്. കുമ്പഴ മല്ലശ്ശേരി സ്വദേശികളായ നിഖിൽ മത്തായിയും അനുവും ഒരേ ഇടവക്കാരാണ്. ഇരുവരുടെയും കുടുംബങ്ങൾ തമ്മിൽ വർഷങ്ങളുടെ പരിചയമുണ്ട്. തുടർന്നായിരുന്നു നവംബർ 30-ന് പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര പള്ളിയിൽ വെച്ച് ഇരുവരും വിവാഹിതരായത്. അവർ ഇതുവരെ ജീവിച്ചു തുടങ്ങിയില്ലെന്നാണ് സംഭവസ്ഥലത്ത് എത്തിയ ബന്ധുക്കളിൽ ഒരാൾ പ്രതികരിച്ചത്. വിവാഹശേഷം മലേഷ്യയിൽ മധുവിധു ആഘോഷിച്ച ശേഷം നാട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് നവദമ്പതികൾ അപകടത്തിൽപ്പെട്ടത്. വിവാഹം കഴിഞ്ഞ് 15 ദിവസം മാത്രമായപ്പോഴാണ് അപകടത്തിന്റെ രൂപത്തിൽ ദുരന്തമെത്തിയത്. ഇരുവരെയും സ്വീകരിക്കാനായി പോയ 2 പേരുടെയും അച്ഛന്മാരും അപകടത്തിൽ മരിച്ചു. മലേഷ്യയിൽ നിന്ന് എത്തുന്ന മക്കളെ സ്വീകരിക്കാൻ ഒരുമിച്ച് പോകാമെന്ന് മത്തായി ഈപ്പനും ബിജു പി ജോർജും തീരുമാനിച്ചിരുന്നു. ഇക്കാര്യം മക്കളെ അറിയിച്ചിരുന്നു. രാത്രിയാണ് ഇരുവരും തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പോയത്. വീടെത്തുന്നതിന് 7 കിലോമീറ്റർ മുൻപ് അപകടം സംഭവിച്ചു. അമിത വേഗത്തിലെത്തിയ കാർ തെലങ്കാനയിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് വിവരം. കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അനുവിന്റെ പിതാവ് ബിജു പി ജോർജും നിഖിലിന്റെ പിതാവ് ഈപ്പൻ മത്തായുമായിരുന്നു കാറിന്റെ മുൻസീറ്റിലുണ്ടായിരുന്നത്. പിൻസീറ്റിലായിരുന്നു നിഖിലും അനുവും. 3 പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് അനു മരിച്ചത്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ കലഞ്ഞൂർ മുറിഞ്ഞങ്കല്ലിൽ അപകടങ്ങൾ പതിവ് സംഭവമാണെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. മരണമുണ്ടാകാത്തതുകൊണ്ട് മാത്രമാണ് പുറംലോകം ഇത് ചർച്ച ചെയ്യാതെ പോയത്. അമിത വേഗതയാണ് എല്ലാ അപകടങ്ങൾക്കും കാരണം. ശബരിമല തീർത്ഥാടകരുടെ ബസ്സിലേക്ക് കാർ ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ നവദമ്പതികളും അവരുടെ അച്ഛന്മാരും കൊല്ലപ്പെടുമ്പോൾ ഈ റോഡിലെ അപകടക്കെണി കൂടുതൽ തെളിയുകയാണ്. ബസിന്റെ വലതുവശത്തേക്കാണ് കാർ ഇടിച്ചു കയറിയത്. ശബ്ദം കേട്ട് അടുത്തുള്ള വീട്ടുകാരാണ് ഓടിയെത്തിയത്. ഉടൻ തന്നെ പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിച്ചു. കാറിന്റെ 4 ഡോറുകളും തുറക്കാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു. അനുവിന് മാത്രമാണ് ആ സമയത്ത് ശ്വാസമുണ്ടായിരുന്നത്. മറ്റു 3 പേരും സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. അനുവിനെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. റോഡിന് വീതി കുറവുണ്ടെന്നും ആവശ്യമായ സ്ഥലം ഏറ്റെടുത്തില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. പുനലൂർ മൂവാറ്റുപുഴ റോഡ് നിർമ്മാണം പൂർത്തിയായ ശേഷം നിരന്തരം അപകടമുണ്ടാകുന്നതായി പഞ്ചായത്ത് പ്രസിഡന്റും പറഞ്ഞു. ബിജു ആണ് കാർ ഓടിച്ചിരുന്നത്. അനുവിന്റെ പിതാവ് ബിജു പി ജോർജും നിഖിലിന്റെ പിതാവ് ഈപ്പൻ മത്തായുമായിരുന്നു കാറിന്റെ മുൻസീറ്റിലുണ്ടായിരുന്നത്. തെലങ്കാനയിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകരുടെ ദർശനം കഴിഞ്ഞ് വരുന്ന വണ്ടിയിലേക്കായിരുന്നു ഇവരുടെ കാർ ഇടിച്ചു കയറിയത് എന്നാണ് സമീപത്തുള്ളവർ പറയുന്നത്. വാഹനത്തിലുള്ളവർ കുടുങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു. ഫയർഫോഴ്സ് എത്തി വാഹനം വെട്ടിപ്പൊളിച്ചാണ് ഇവരെ പുറത്തെടുത്തത്.